ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. വേറൊന്നുമല്ല, വഴുതനങ്ങയും ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. മെഴുക്കുവരട്ടി എന്ന് പറയും നമ്മൾ കൊച്ചിക്കാർ, വഴുതനങ്ങയും ചെമ്മീനും ഒലത്തിയതെന്ന് പറയും. ഇതങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കൊച്ചിയിലുള്ളവരിത് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കതിന് ആവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 വഴുതനങ്ങയാണ്, ചെറിയ വഴുതനങ്ങയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഉള്ളി, പച്ചമുളക്, വേപ്പില. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. അത് ചതച്ചും നമുക്കിടാം. ചതച്ചിടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. എനിക്കിന്ന് സമയം കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഒരു 8-10 ചെറിയ ഉള്ളി മതിയാവും. എന്നിട്ട് പിന്നെ ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയത്, പിന്നെ ഒരു തണ്ട് വേപ്പില, ഇത്രയും മതി. ഇത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് മൂക്കണ്ട. ഒരു എന്താ പറയുക, ഒരു മീഡിയം, ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ വരുന്ന വരെ വഴറ്റിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴുതനങ്ങ ഇട്ടിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് വഴുതനങ്ങ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഉള്ളിയും പച്ചമുളകൊക്കെ അതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് വഴറ്റി കിട്ടിക്കോളും. അപ്പോൾ അത് കാരണം ഒരുപാട് വഴറ്റി എടുക്കണമെന്നില്ല. കുറച്ച് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുവിധം നമുക്ക് ഉള്ളി ഇപ്പോൾ വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി. ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. നിങ്ങൾ എന്ത് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അളവനുസരിച്ച് ഇടണം കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലി 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത്രയും മുളക് പൊടിയുടെ ആവശ്യമില്ല. കാരണം അല്ലെങ്കിൽ ഭയങ്കര എരിവ് കൂടി നമുക്ക് ആ കറിയുടെ ആ ഒരു മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് നമുക്ക് ഫീൽ കിട്ടത്തില്ല. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളകാണ്, ക്രഷ്ഡ് ചില്ലി. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച മണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് അതിൻ്റെ പച്ച മണം ഒന്ന് മാറിയാൽ മതി. അപ്പോൾ തന്നെ നമുക്കതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു അളവാണ് കാണിക്കുന്നത്. ഇതിന് ഒരുപാട് അങ്ങനെ എരിവ് വേണമെന്നില്ല. എന്നാൽ ഒരു ചെറിയൊരു എരിവും വേണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വഴുതനങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി അതെല്ലാം നമ്മൾ മസാലയെല്ലാം വഴുതനങ്ങയിൽ മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കും. അപ്പം ഞാനിപ്പോൾ ചേർക്കുന്നത് പച്ച ചെമ്മീനാണ്. സാധാരണ ഞാൻ ചെമ്മീൻ വേവിച്ച് വെക്കാറുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന ഒരു ഇതായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പച്ച ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ചെമ്മീനും കൂടെ ആവശ്യമുള്ള ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനൊരു ഇച്ചിരിയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നി, വെളിച്ചെണ്ണ പോരാത്തത് പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ എണ്ണ ചേർത്തത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന
ചെമ്മീനാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി വലിയ ചെമ്മീനാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് 2 പീസാക്കി മുറിച്ചെടുത്തിട്ടാട്ടോ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ഞങ്ങൾ കൊച്ചിയിൽ ഇവിടെ എല്ലാ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒരുമാതിരിപ്പെട്ട വെജിറ്റബിൾസിലൊക്കെ ഞങ്ങൾ ചെമ്മീൻ ചേർക്കും. കാരണം അതിൽ ചെമ്മീൻ ചേർക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ഒന്നത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുമാതിരിപ്പെട്ട എല്ലാ വെജിറ്റബിൾസിലും ഒരു കുഴപ്പമില്ല ചെമ്മീൻ ചേർത്താൽ. ചെമ്മീൻ കഴിക്കാൻ പറ്റുന്നവരുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. ചിലർക്ക് ഈ ചെമ്മീൻ അലർജിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. അല്ലാണ്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഇത് ഭയങ്കര ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയണ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെജിറ്റബിൾസ് പൊതുവേ പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും. കാരണം ആ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആകും. ഇപ്പോൾ അച്ചിങ്ങയുടെ കൂടെ അതല്ല, ഇപ്പോൾ വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, അങ്ങനെ ഒരുപാട് അമരപ്പയർ, ചീര, ഇതിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അത് കഴിച്ച് തന്നെ അറിയണം, അത്ര ടേസ്റ്റാട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ചേർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഈ വെജിറ്റബിൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കണമുണ്ട്. പിന്നെ നമുക്ക് തീയൽ വെക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ആണെങ്കിൽ തീയൽ വെക്കുമ്പോൾ അതിൽ ചെമ്മീൻ ചേർത്ത് കൊടുത്താലും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഒരു ദിവസം അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അങ്ങനെയും ചെയ്യാറുണ്ട്. ചേന ചെമ്മീനിട്ട് ഒലത്തിയത്, പിന്നെ കൂർക്കയും ചെമ്മീനും, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഈ ചെമ്മീൻ ചേർത്ത് കഴിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു പകുതി വേവായിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമുക്കത് ഉടച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലാക്കണം. അപ്പോഴാണ് ആ ചെമ്മീൻ്റെ ടേസ്റ്റും വഴുതനങ്ങയുടെ ടേസ്റ്റും കൂടെ അങ്ങ് മിക്സായിട്ട് ആ ഒരു എന്താ പറയണേ, ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഉടച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നമ്മളത് പതുക്കെ ഉടച്ചെടുക്കണം. ഉടച്ച് അതൊരു എന്താ പറയണേ, നല്ല വെന്ത് കിട്ടുന്ന ആ ഒരു വഴുതനങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതിങ്ങനെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതും ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച്, വേറെ ഇനി ഒന്നും ചെയ്യാനില്ല ഇതിൽ. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി. നമ്മുടെ ഡിഷ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉടച്ച് ഇനിയിപ്പം മിക്സ് ചെയ്ത് അടച്ച് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഷ്. എല്ലാവരും ചെയ്ത് നോക്കണം. കാരണം ഭയങ്കര ടേസ്റ്റാണ്. അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ ചെയ്ത് തന്നെ നോക്കി കഴിച്ചാലേ അതിൻ്റെ ആ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി നമ്മൾ കുറച്ച് നേരം അടച്ച് വെക്കുക, കഴിക്കുമ്പോൾ എടുക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വഴുതനങ്ങയും ചെമ്മീനും കൂടെ ഒലത്തിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.